Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ആറാം ഘട്ടം വോട്ടെടുപ്പിൽ അടുക്കുകയാണ്. മെയ് 25-ന് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ ആ ഒരു പൾസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ആ രീതിയിൽ തന്നെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രധാനമായും നമ്മൾ കടക്കുന്നത് ഉത്തർപ്രദേശിലേക്കാണ് ഇത്തവണ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഏതായാലും വളരെ അധികം പ്രാധാന്യമുണ്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചോളം. ഈ ആറാം ഘട്ടത്തിൽ പ്രമുഖർ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്ക് ആ മണ്ഡലങ്ങളിലേക്ക് ഒറ്റയടിക്ക് ഒന്ന് പോയി നോക്കാം എന്ന് കരുതുന്നു. പ്രധാനമായിട്ടും സുൽത്താൻപൂരിലേക്ക് കടക്കുമ്പോൾ സുൽത്താൻപൂരിൽ BJP നേതാവ് മേനകാ ഗാന്ധി സമാജ്വാദി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഭീം നിഷാദും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ കൂടെ വിശദമായിട്ട് നടക്കുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിനൊപ്പം തന്നെ ഇനിയിപ്പോൾ പശ്ചിമ ബംഗാൾ, അതുപോലെ ഒഡീഷ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വളരെ അധികം പ്രമുഖർ ഇത്തവണയും രംഗത്തുണ്ട്. അവിടെ ഈ ചമ്പാരണിൽ, പൂർവി ചമ്പാരണിൽ പഴയ കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ്, പഴയ കൃഷിമന്ത്രി, അവിടെ നിന്ന് രാജേഷ് കുഷ്വാഹിനെ നേരിടുന്നു. ഒപ്പം തന്നെ അനന്ത്നാഗിൽ ആണ് പിന്നെ ജമ്മു ആൻഡ് കശ്മീരിൽ ഒരു പ്രധാന മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്നത്. മെഹബൂബ മുഫ്തിയാണ് അവിടെ പിന്നെ PDP സ്ഥാനാർത്ഥിയായി വരുന്നത്. കർണാൽ ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടാർ BJP മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. സത്പാൽ ബ്രഹ്മചാരിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നേരിടുന്നത്. പുരിയിൽ BJPയുടെ വക്താവ് സമ്പത് പത്ര അവിടെ അരുൺ പട്നായിക്കിനെ BJD സ്ഥാനാർത്ഥിയെ നേരിടുന്നു. റാഞ്ചിയിലും സമാനമായ മത്സരം. സഞ്ജയ് സേത്താണ് യശ്വിനി സഹായെ അവിടെ നേരിടുന്നത്. അങ്ങനെ എല്ലായിടത്തും പ്രമുഖരുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായും ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇനി നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്കും ഒരു ചെറിയ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണെങ്കിൽ പ്രതാപ്ഗഡ്, അടുത്ത സുൽത്താൻപൂർ നമ്മൾ പറഞ്ഞു മേനകാ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം. പ്രതാപ്ഗഡിലേക്ക് പോകുമ്പോൾ BJPയുടെ സംഗം ലാൽ ഗുപ്ത, SP-യിൽ നിന്നുള്ള SP സിംഗ് പട്ടേൽ മത്സരിക്കുന്നു. അലഹബാദ് വളരെ പ്രധാനപ്പെട്ട മണ്ഡലം. നീരജ് ത്രിപാഠി BJPയുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഉജ്വൽ രമൺ സിംഗ് തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നു. അംബേദ് നഗറിൽ റിതേഷ് ബാണ്ട BJPയുടെ, SP-യിൽ നിന്നുള്ള ലാൽജി വർമ്മ. ദോമരിയാഗഞ്ചിൽ നോക്കുകയാണെങ്കിൽ BJPയുടെ ജഗദാംബിക പാലും BSP-യിൽ നിന്ന് ഖ്വാജ ഷംസുദ്ദീനുമാണ് മത്സരിക്കുന്നത്. അതായത് വളരെ വിശദീകരിച്ച് നമ്മൾ അതിനകത്തേക്ക് കടക്കുന്നില്ല. ഏതായാലും വലിയ രീതിയിലുള്ള വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളാണെങ്കിലും ഉത്തർപ്രദേശിലെ പ്രചാരണ റാലിയിൽ സജീവമായിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യം. ഇതിന് മറുപടി കൊടുക്കുന്നു കോൺഗ്രസ് ആണെങ്കിലും SP-യും ആണെങ്കിലും. അങ്ങനെയുള്ള ചില സംഭാഷണ ശകലങ്ങൾ കൂടി നമുക്ക് ഇന്നത്തേതായിട്ട് ഉത്തർപ്രദേശിൻ്റെ ഉണ്ട്. അത് പ്രധാനമായിട്ട് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലും ഉത്തർപ്രദേശിൽ തന്നെ പ്രചാരണത്തിന് ശക്തമായി സജീവമായി സാന്നിധ്യമായിരുന്ന സാഹചര്യമാണ്. ഉത്തർപ്രദേശിലെ ബസ്തിയിലായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിഹസിക്കുകയാണ് കോൺഗ്രസിൻ്റെയും SP-യുടെയും ഷഹസാദകൾ. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും പരാമർശിച്ചത് നരേന്ദ്രമോദി. UP-യിൽ 79 സീറ്റുകൾ നേടുമെന്ന് പ്രചരിപ്പിക്കുന്നു. ദിവാസ്വപ്നം കാണുകയാണ് ഇന്ത്യ സഖ്യം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. പക്ഷേ ജൂൺ 4-ന് UP-യിലെ ജനങ്ങൾ ഇവരെ ഉണർത്തും. അതിനുശേഷം ഇവർ EVM-നെ കുറ്റപ്പെടുത്തി തുടങ്ങും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് മറുപടിയുമായി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും എത്തി. ആദ്യം ഏതായാലും മോദിയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ. भारत माता की सब भैया बहनिन का राम राम। आज
आपका ये उत्साह, ये जन सैलाब, ये आशीर्वाद बस्ती, सिद्धार्थनगर और डुमरियागंज इस क्षेत्र ने हमेशा मुझ पे भरोसा किया है, भाजपा पर भरोसा किया है, हमारे काम पर भरोसा किया है, हमारी बात पे भरोसा किया है, हमारे वादों पर भरोसा किया है, हमारे इरादों पर भरोसा किया है। और इसलिए मैं आपके इस भरोसे पर खरा उतरने में न पहले कोई कमी छोड़ी है, न आगे कोई कमी छोड़ूंगा। और ये मोदी की गारंटी है। साथियों, मैं सपा कांग्रेस के दोनों शहजादों की फ्लॉप फिल्म की बार बार रिलीज से हैरान हूं। ये दोनों शहजादे अब मिलकर अफवाह उड़ा रहे हैं। ये कहते हैं यूपी की 79 सीट जीत जाएंगे। मैं पहले सुना करता था कि लोग दिन में सपने देखते हैं, मुझे अब पता चला दिन में सपना देखने का मतलब क्या होता है। 4 जून को यूपी की जनता इनको नींद से जगाने वाली है और तब ये ठिकरा ईवीएम पर फोड़ेंगे। ഷെഹസാദെ എന്നാണ് ഷെഹസാദെ അദ്ദേഹം നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രാജകുമാരൻ എന്ന തരത്തിൽ ഉറുദു പ്രയോഗമാണ്. അത് കൂടുതലും സാധാരണഗതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മാ ബേട്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയെ പലപ്പോഴും പരിഹസിച്ചിരുന്നത്. രാഹുൽ അതായത് കോൺഗ്രസിനെയും ഒപ്പം SP-യെയും ഒരുമിച്ച് വിമർശിക്കുക, ഒരുമിച്ച് പരിഹസിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഫേസിലേക്ക് വന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിലൊക്കെ അതാണ് റിഫ്ലക്ട്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ബസ്തിയിൽ അദ്ദേഹം ഉന്നയിച്ചു ഈ ജൻധൻ അക്കൗണ്ടുകൾ ഇന്ത്യ മുന്നണി വന്നാൽ മുഴുവൻ പൂട്ടിപ്പോകും. ഏതാണ്ട് 50 കോടി ജൻധൻ അക്കൗണ്ടുകൾ രാജ്യത്തുണ്ട്, അത് മുഴുവൻ അവർ വന്നാൽ പൂട്ടും. 4 കോടി വീടുകൾ, ഇന്നും ഒരു വലിയൊരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നത് 4 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ചെടുത്ത് വോട്ട് ബാങ്കുകൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് ആ തരത്തിലുള്ള വിമർശനം നേരത്തെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തും എന്ന് പറയുന്ന ഒരു വിമർശനം, അത് രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ തരത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വേറൊരു ആരോപണം കൂടി ഉന്നയിച്ചത്, പിന്നെ ഇന്ത്യ മുന്നണി വന്നാൽ തീവ്രവാദികൾക്ക് അവരെ വീട്ടിൽ വിളിച്ച് ബിരിയാണി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. വികസനത്തെക്കുറിച്ചൊന്നും ഇന്ത്യ മുന്നണി പറയുന്നില്ല. അങ്ങനെ പോകുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ. ഏതാണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പഞ്ചാബ് വരുമ്പോൾ അതിലേക്കും വരാം. കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സിഖ് കലാപത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർപ്പിച്ചു. അതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആണ്. അങ്ങനെ വൈവിധ്യങ്ങളായ ആരോപണങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഒപ്പം തന്നെ ഈ ഇന്ന് പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഈ സിഖ് കലാപത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം. അല്ല, ഇതിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇതിലൊരു വല്ലാത്തൊരു പരാജയ ഭീതി NDA-ക്കുണ്ട്, BJP-ക്കുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കമുണ്ട്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ നിങ്ങൾ സംസാരിച്ചിരുന്ന വിഷയങ്ങൾ എന്താണ്? സംസാരിച്ചിരുന്നത് ഞങ്ങളിതാ ഈ വികസനം നടപ്പാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ഇതാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. 5ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും എത്തിയപ്പോൾ ചരിത്രത്തിലേക്ക് തിരികെ പോകുക അല്ലെങ്കിൽ കുഴിച്ചെടുക്കുക, ഇതായിരിക്കുമെന്ന് പറയുക, പ്രകോപനപരമായ പ്രസംഗങ്ങളിലേക്ക് കടക്കുക. ഇതൊരു പരാജയ ഭീതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ നമുക്ക് പരാജയ ഭീതി എന്ന്
മുഴുവനായി പറയാനാകില്ല. അത് രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ആയി വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. പല വിഷയങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. സിഖ് കലാപം ഒരു വലിയ വിഷയമായി ഉയർത്തുമ്പോൾ അവിടുത്തെ ആളുകളെ ആ പഴയ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒട്ടനവധി സിഖ് വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അത് കഴിഞ്ഞാൽ പഞ്ചാബിൽ വരുന്നതും 13 സീറ്റുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും സിഖ് വിഭാഗത്തെ കൂടെ നിർത്തുക അതിലെനിക്ക് വിയോജിപ്പുണ്ട്. മോദിക്ക് ഗ്യാരണ്ടി, അതിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ആ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ ചരിത്രം വളച്ചൊടിക്കാനും ചരിത്രത്തിന്റെ പിറകിലേക്കും പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഇതിലിപ്പോൾ ചരിത്രം വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ. സിഖ് കലാപത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. അതിന് പിന്നിൽ ആരാണെന്നും അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സ്വാഭാവികമായ ആ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെ ചുവടുപിടിച്ചുകൊണ്ടാണ് മറ്റാരോപണങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായും അവിടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ താൻ എതിർക്കുന്ന ഒരാളാണ് എന്ന ആളുകൾക്ക് മുന്നിൽ വെക്കേണ്ട ഒരാവശ്യകത അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തുടങ്ങിയ കാര്യത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് നമുക്കൊപ്പം വിശകലനങ്ങളുമായി മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവേലും ചേരും. അദ്ദേഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് അഖിലേഷ് യാദവ് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. BJP നേതാക്കൾ തന്നെയും രാഹുൽ ഗാന്ധിയും ഷെഹസാദ് എന്ന് പരിഹസിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഷെഹസാദുമാരും ചേർന്ന് BJPയെ തോൽപ്പിച്ച് അവരെ അപ്രസക്തമാക്കും എന്നായിരുന്നു അഖിലേഷിന്റെ മറുപടി. ये 4 जून को जब वोट की गिनती होगी, उस दिन 4 जून को जब 12 बजे के लगभग वोट गिनती आगे बढ़ रही होगी, उस समय देश में एक पिक्चर रिलीज होगी. उसका नाम होगा एक थी भारतीय जनता पार्टी. ये लोग जो कहते हैं शहजादे शहजादे, सुन रहे होंगे आप लोग कई बार कांग्रेस पार्टी और हम लोगों को मिलकर के कह रहे हैं शहजादे. इस बार देखना दोनों मिलकर के जो शहजादे ऐसी शह देंगे और जनता ऐसी मात देगी कि इनका पता नहीं लगेगा. इस बार शहजादे शह देने जा रहे हैं और जनता मात देने जा रही है. യോഗി ആദിത്യനാഥ് പക്ഷേ ഈ രീതിയിലുള്ള പരാമർശത്തിന് പകരം കൂടുതൽ ആത്മവിശ്വാസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രചാരണ സമയത്തുണ്ട്. ഏതായാലും 400 സീറ്റ് എന്ന നേട്ടത്തിലേക്ക് നീങ്ങുകയാണ് BJP എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നുകൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നത്. യോഗിയുടെ വാക്കുകളിലേക്ക്. मैं इसीलिए आपसे अपील करने के लिए आया हूं. लोकसभा चुनाव के 5 चरणों के माध्यम से आज भारतीय जनता पार्टी 400 पार के लक्ष्य को प्राप्त करने की ओर तेजी से अग्रसर हो रही है. और इस 400 पार के लक्ष्य में हमें जौनपुर सीट भी चाहिए. इसी के लिए आपसे अपील करने के लिए मैं आपके बीच आया हूं. ചിത്രത്തിൽ ഇല്ലാത്ത ഒന്നും കൂടിയാണ് BSP ഏകദേശം ചിത്രത്തിൽ നിന്ന് ഔട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അവരുടെ പ്രസക്തി എന്ത് എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുകയാണ്. മായാവതി ഈ വിഷയത്തിനകത്ത് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അധികാരമാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ BSPയുടെ അധ്യക്ഷ മായാവതിക്കുള്ളത്. ആ വാക്കുകൾ. मायावती जी, लगता है आपको इस बार बदलाव होगा? मुझे तो लग रहा है इस बार जरूर बदलाव होगा, क्योंकि जो जनता है, मैं ये महसूस कर रही हूँ कि जनता कुछ साइलेंट सी है, ज्यादा कुछ खुलकर बोल नहीं रही है. वो ये सब देख रही है कि ये क्या हो रहा है. अच्छा, आकाश आनंद को हटाया गया तो बड़ा विपक्ष ने हंगामा किया. आपको क्या लगता है कि क्या किसी दबाव में हटाया गया या आगे के लिए? इसके बारे में मैं कर चुकी हूँ. इसके अलावा मैं कुछ और नहीं कहना चाहती. नहीं, भाजपा के जो वो लोग हैं उनका कहना ये है कि देखो, ऐसा इसके बारे में कौन क्या कह रहा है जी, मुझे उससे कोई लेना देना नहीं. इस संबंध में मैं ट्वीट कर चुकी हूँ. മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവേലിൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് കള്ളിവേലിൽ 6ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വാക്പോര് ദൃശ്യമാകുന്ന ഒരു കാഴ്ച ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കെതിരെ ഈ ഇന്ത്യ സഖ്യം ഇതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് വികസനം പറയാതെ ഇപ്പോൾ ഒരു പരാജയ ഭീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് എവിടെയെങ്കിലും ഒരു ഉലച്ചിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? അപർണ, നമുക്കറിയാം ആദ്യഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിലടക്കം എക്സിറ്റ് പോളിന്റെ രഹസ്യ റിപ്പോർട്ടുകളടക്കം
ഭരിക്കുന്ന സർക്കാരിനും BJPക്കും ലഭ്യമാകുമെന്ന കാര്യത്തിൽ എവിടെ എന്തോ ഒരു ഭീതി ഉണ്ടായി. ആദ്യഘട്ടങ്ങളിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡിയും BJPയും അവര് കൃത്യമായ ഒരു ഭൂരിപക്ഷ വർഗീയതയിലേക്ക്, മുസ്ലിം വിരുദ്ധത കൃത്യമായി പറഞ്ഞുകൊണ്ട്, എവിടെയൊക്കെ മതം പറയരുതെന്ന് പറയുമ്പോൾ പോലും അപ്പൊ കൃത്യമായി മതം പറഞ്ഞുകൊണ്ട്, അത് എല്ലാ തരത്തിലും നെഹ്റു മുതൽ കോൺഗ്രസിന്റെ നയങ്ങൾ മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം മതാടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കക്കാരുടെ SC/ST ഒക്കെ സംവരണം എടുത്തു കളയാൻ പോകുന്നു, നിങ്ങളുടെ മംഗലസൂത്രം വരെ എടുത്തു കളയുന്നു എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലുള്ള പ്രചരണത്തിലേക്ക് മോദി BJPയും പോയെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഭയപ്പെടും. നമുക്കറിയാം, ഈ 6ാം ഘട്ടത്തില് വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്ന മേഖലകളാണ് 58 ലോക്സഭാ മണ്ഡലങ്ങളില്ല. അത് പ്രധാനമായിട്ടും നമുക്കറിയാം ബീഹാർ, ഡൽഹി, ഹരിയാന, UP, ബംഗാൾ, ജാർഖണ്ഡ്, ജമ്മു കാശ്മീരിൽ നമുക്കറിയാം അനന്ത്നാഗിലാണ് നമ്മുടെ മെഹബൂബ മുഫ്തി മത്സരിക്കുന്നത്. ന്യൂഡൽഹിയിലെ 7 സീറ്റില് കഴിഞ്ഞ 2 തവണ 7 BJP ജയിച്ച, അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ വിജയം കിട്ടിയ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ദേശീയ തലസ്ഥാനത്ത് 7 മണ്ഡലങ്ങളിലും വളരെ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. നമുക്കറിയാം ന്യൂഡൽഹി മണ്ഡലത്തില് പ്രധാനപ്പെട്ട നഗര തലസ്ഥാനമായ ബൻസൂരി സ്വരാജ്, നമ്മുടെ സുഷമ സ്വരാജിന്റെ മകളും സോമനാഥ് ഭാരതി, ആം ആദ്മി പാർട്ടിയുടെ പഴയ മന്ത്രിയും ഇപ്പോ സിറ്റിംഗ് MLA സോമനാഥ് ഭാരതിയും, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മനോജ് തിവാരി, കനയ്യകുമാറും, ഈ മത്സരങ്ങളൊക്കെ വളരെ ശക്തമാണ്. ശ്രീ ജോർജ് കള്ളിവയൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കനയ്യകുമാറിനൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമുണ്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 1 ലക്ഷം വോട്ട് പിടിക്കാൻ അദ്ദേഹം പെട്ട പാട് നമുക്ക് അറിയാവുന്നതും ആണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്വാഭാവികമായും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, ഒരു പ്രചരണ രീതിയുണ്ട്. അത് ഭരണഘടന വലിയ പ്രശ്നത്തിലാകാൻ പോകുന്നു, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടാൻ പോകുന്നു, ഈ നാടിൻ്റെ നിയമങ്ങൾ അത് ഭൂരിപക്ഷത്തിന് വേണ്ടി എഴുതപ്പെടാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു പ്രചരണ രീതി അപ്പുറത്തുണ്ട്. സ്വാഭാവികമായും അതിനെ മറികടക്കാനായിക്കൂടെ, ഇത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രചരണത്തെ അതിനെ മറികടക്കാനായിക്കൂടെ BJPയുടെ ഈ നിലപാട്? ഇതിനെല്ലാം ഒരു പരാജയ ഭീതി ഉണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയും? ഒപ്പം തന്നെ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, ബീഹാറിലാണ്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസിന് മുന്നിൽ എന്ത് പരാജയ ഭീതി ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാനാകുക? ഉത്തർപ്രദേശിൽ തീർച്ചയായിട്ടും BJPക്ക് മേൽക്കൈ, ശക്തമായ മേൽക്കൈ ഉണ്ട്. പക്ഷെ അവിടെ സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് സഖ്യം വളരെ നല്ല ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് അവിടെ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? അങ്ങ് ഉത്തർപ്രദേശ് ഒക്കെ സഞ്ചരിച്ച ആളാണല്ലോ, അവിടെ ബൂത്തിൽ ഇരിക്കാൻ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. കോൺഗ്രസിന് ചില മേഖലകളിൽ ഇപ്പോഴും സ്വാധീനമുണ്ട്. അമേത്തിയും റായ്ബറേലിക്കും അപ്പുറത്ത് കിടന്ന് ചില മേഖലകളിൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു അടിസ്ഥാന വർഗം അവരോടൊപ്പമുണ്ട്. അത് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. അവർക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അവരൊരു പാർട്ടി എന്ന നിലയിൽ അവിടെയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അലഹബാദില് കോൺഗ്രസിന്റെ ഉജ്വൽ രേവതി രമൺ സിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അവിടെ പോയത്. നീരജ് ത്രിപാഠി എന്ന് പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥിയുമായി വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ജോൺപൂരില് ഒക്കെ SP ആണ്. പ്രധാനപ്പെട്ട അസംഗഡില് സുൽത്താൻപൂരില് നമുക്കറിയാം മനേകാ ഗാന്ധി മത്സരിക്കുന്ന അവിടെ സുൽത്താൻപൂരില് SPയുടെ റാംബുഭായ് നിഷാദ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇവരൊക്കെ വളരെ ശക്തമായ ഒരു പോരാട്ടം, ഒരുപക്ഷെ കഴിഞ്ഞ 2014-ലും 2019-ലും കാണാത്ത ഒരു പോരാട്ടം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ല, പക്ഷെ അവിടെ ഈ അലഹബാദ് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കും, അലഹബാദിലാണെങ്കിൽ കോൺഗ്രസ് ആദ്യം അവിടുന്ന് വേരോടെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ, കോൺഗ്രസ് താരമാണ് അവിടെ കഴിഞ്ഞ തവണ BJP കാൻഡിഡേറ്റായി ജയിച്ചത് അല്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസിന്റെ അടിസ്ഥാന മേഖലയിൽ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. UPയിലും അതെ, ബീഹാറിലും അതെ, പ്രധാനപ്പെട്ട 2 വലിയ സംസ്ഥാനങ്ങൾ. ഇപ്പോ ഒഡീഷയിൽ പോലും അവർക്കൊരു ശക്തമായ തിരിച്ചുവരവിന് കഴിയുന്നില്ല. അവിടെ BJPയും നമ്മുടെ BJDയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലെ സ്ഥിതി നമുക്കറിയാം. പക്ഷെ ഹരിയാനയിലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് മുഖ്യം. പക്ഷെ 3 സീറ്റില് BJP ഉണ്ട്. താങ്കൾ ആദ്യം സൂചിച്ചുള്ള കനയ്യകുമാർ
കനയ്യകുമാർ അന്ന് അവിടെ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായി ഡൽഹിയിലാണ് വെച്ചത്. നമുക്കറിയാം കേരളത്തിൽ പോലും നമുക്ക് ഈ നമ്മുടെ വയനാട്ടിൽ ജയിച്ച മരിച്ചുപോയ അന്തരിച്ച നമ്മുടെ കോൺഗ്രസ് നേതാവിന് അദ്ദേഹം 5 തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതുകൊണ്ട് 3 തവണ തോറ്റത് കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നില്ല. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അത് വൻ തകർച്ചകൾ നേരിട്ട പാർട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് തന്നെ പലതവണ തിരിച്ചു വന്നിട്ടുണ്ട്, മറ്റു പാർട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ പ്രധാന മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം ഹരിയാനയിലെ 10 സീറ്റ്, യു പിയിലെ സീറ്റുകൾ, അത് വളരെ നിർണായകമാണ്. അത് വളരെ വളരെ പശ്ചിമ ബംഗാളിൽ പ്രാവശ്യം പ്രധാനപ്പെട്ട സീറ്റുകളുണ്ട്, ഒഡീഷയിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്. അപ്പൊ ഇതെല്ലാം മത്സരം ബീഹാറിലുണ്ട്. ബീഹാറിലെ വാൽമീകി നഗറൊക്കെ വളരെ കോൺഗ്രസിന് അത്യാവശ്യം ശക്തിയുള്ള മണ്ഡലമാണ്. എല്ലാ മണ്ഡലങ്ങളും പോലല്ല. ഞാൻ വാൽമീകി നഗറിൽ പോയിട്ടുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഇത്തവണയാണ് RJDയുടെ ഒരു ദീപക് യാദവ് ആണ് മത്സരിക്കുന്നത്. JDUവിന് വേണ്ടി സുനിൽകുമാർ കുഷ്വാഹയാണ്. വളരെ ആ സീറ്റ് JDUവിന്റെ ഇന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അത്ര ശക്തമായ മത്സരമാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പൊ പഴയ പോലെ BJPക്ക് ഒരു ഏകപക്ഷീയമായ വിജയം ഞാൻ കാണുന്നില്ല. അതേസമയം ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണവും ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണവും 2 പക്ഷത്തും നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ അത് വളരെ, പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രകടമാണ്. ഒരു നാണവും മറയുമില്ലാതെ അത് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പോലെ ഒരാള് ഇത്തരത്തിലേറെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ എടുത്തിട്ട് മുസ്ലിംകൾക്കെല്ലാം എടുത്തു കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞ് കൃത്യമായ ഭൂരിപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അത്തരത്തിലേക്കൊരു, അതും പലതവണയാണ്, 1, 2, 3, 4 തവണയായി ഓരോ പ്രശ്നങ്ങളിലും. ശ്രീ ജോർജ് വലിയ വിമർശനം ഈ വിഷയമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിൽ ശക്തമാണ് എന്ന് ശ്രീ ജോർജ് കൽവേൽ ആവർത്തിച്ചു പറയുന്നു. താങ്കളിലേക്ക് തിരികെ എത്താം. എന്തായാലും ഇടവേള. നൽകിയിട്ടുള്ളത് ശ്രീ ജോർജ് കൽവേൽ നമുക്കൊപ്പം വീണ്ടും ചേരുമ്പോൾ ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇത് ഇപ്പൊ BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, ഉത്തർപ്രദേശിൽ വലിയ ഒരു ആധിപത്യം അവർക്ക് ഉണ്ട്. യോഗി ഭരണകൂടം അവിടെ വലിയ തോതിൽ സുരക്ഷ എന്നത് വിഷയം പ്രധാനമായി ഉപയോഗിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയമിച്ചു. വനിതകൾക്ക് വുമൺ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. കുറ്റവാളികളുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന UPയിൽ നിന്ന് ആ സാഹചര്യം ശക്തമായി മാറുന്നതിനൊരു വലിയ ഭരണാധികാരിയായി. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വരും എന്നാണ് അവരുടെ ഒരു പ്രധാന വാദം. പക്ഷേ ആശങ്ക വരുന്ന കുറച്ച് മണ്ഡലങ്ങൾ, അത് 50 അല്ലെങ്കിൽ ഒരു 40% വരുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള, ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന് വെച്ചാൽ രാംപൂർ, മൊറാദാബാദ്, ബിജ്നോർ, സഹൻപൂർ, മുസാഫർപൂർ, അമ്രോഹ്, ബാലപൂർ, അങ്ങനെ പോകുന്നു, ബറേലി, മീററ്റ്, ഈ പ്രദേശങ്ങൾ, സിദ്ധാർത്ഥ് നഗർ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് ഇവർ സ്വാഭാവികമായും ആശങ്കപ്പെടുന്നത്. പക്ഷേ BJP വൃത്തങ്ങൾ പറയുന്നത് 2014 ഇതിൽ പല ബിജ്നോറും മൊറാദാബാദും മുസാഫർപൂറും നാഗിനയും രാംപൂറും സഹറാപ്പൂറും ഒക്കെ സമ്പലും ഒക്കെ ജയിക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണയും ആ പിന്തുണ അവിടെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ അത് ഭിന്നിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോ അത് മായാവതിക്കോ എന്തെങ്കിലും അതിൽ ഒരു മേൽക്കൈ നേടാൻ കഴിയുമോ? അതോ സ്വാഭാവികമായും അതെല്ലാം ഇന്ത്യ മുന്നണിക്ക് ബൾക്കായി ഒറ്റക്കെട്ടായി വീഴും എന്നാണോ കരുതേണ്ടത്? താങ്കൾ പറഞ്ഞ പൊതുവായ നിരീക്ഷണം ഒരു പരിധിവരെ ശരിയാണ്. BJPക്ക് കൃത്യമായ മേൽക്കൈയുള്ള ഒരു സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ്. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം UPയിൽ BJPക്കും NDAയ്ക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം അവിടെ കൃത്യമായൊരു മേൽക്കൈ നരേന്ദ്രമോദിക്കും ഇപ്പൊ യോഗി ആദിത്യനാഥിനും ഉണ്ട്. മോഡി തന്നെയാണ് മെയിൻ ഫാക്ടർ. അവിടെ നമുക്കറിയാം രാജ്നാഥ് സിംഗ് പോലുള്ള വൻപൻ നേതാക്കൾ അവിടെയുണ്ട്. പക്ഷേ മോദി എന്ന് പറയുന്ന മോദി ഫാക്ടർ തന്നെയാണ് ഏറ്റവും പ്രധാനം. വാരണാസിയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആ റാലിയിലൊക്കെ എത്രയോ വലിയ ജനക്കൂട്ടം. പക്ഷെ പതിവിലേറെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ കാണാത്തതിലേറെ വ്യത്യസ്തമായി അദ്ദേഹം ഇത്തവണ 4ാം തവണയും വാരണാസി ചെല്ലുന്നു.
അദ്ദേഹം 4 തവണയൊന്നും പോയിട്ട് ചരിത്രമില്ല അവിടെ. അപ്പോൾ ഇത്തവണ എവിടെയോ ഒരു ഭയപ്പാട്. അത് ഒന്നും മാത്രമല്ല, താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ഒരു പ്രധാന ഭാഗം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രം, അത് കൃത്യമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അത് അവരത്രയേറെ ഭയപ്പാടില്ല. കഴിഞ്ഞ 2 തവണ ഇതിനകത്ത് SP-യും BSP-യും കോൺഗ്രസും ഒക്കെ കുറേശ്ശെ മുറിച്ചു കൊണ്ടുപോയെങ്കിൽ ഇത്തവണ പ്രധാനമായി SP-ക്ക് തന്നെയാണ് കിട്ടിയത്. ഇത്തവണ അത് ഇന്ത്യ സഖ്യത്തിലേക്ക്, അതായത് കോൺഗ്രസും SP-യും, SP-യാണ് പ്രധാനം, SP-ക്ക് സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി ആയിരിക്കും പ്രധാനപ്പെട്ട മുസ്ലിം വോട്ടർമാരുടെ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം. അല്ല, അങ്ങനെ വന്നാൽ മായാവതിയുടെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. താൻ ഏതാണ്ട് ശരിയാണ്. മായാവതി ഏതാണ്ട് അപ്രസക്തമാവുകയാണ്. ഇത്തവണ UP-യിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 80 സീറ്റുകളിലും മായാവതിക്ക് കാര്യമായ ഒരു സ്വാധീനം ഇല്ല. എന്നാൽ മായാവതിയുടെ സീറ്റ് കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മായാവതിക്ക് ഏതാനും സീറ്റുകൾ കിട്ടാൻ അത്ഭുതപ്പെടാനും, കാരണം മായാവതിക്ക് ഒരു ബേസ് ഉണ്ടല്ലേ, അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നു എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ കാണേണ്ടത് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി വലിയൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്, ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഖിലേഷും നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂടെ സംയുക്ത റാലി നടത്തുമ്പോൾ അവിടെ എത്തിച്ചേരാൻ, അവിടെ പ്രസംഗിക്കാൻ പോലും കഴിയാത്തത്ര ജനങ്ങളുടെ ഒരു ആവേശം നമ്മൾ കേട്ടതാണ്. അവർക്ക് പ്രസംഗിക്കാൻ കഴിയാതെ പോകേണ്ടി വരുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ആ ഫുൽപൂർ മണ്ഡലത്തിലാണല്ലോ ഈ ആൾക്കൂട്ടം കണ്ടത്. അത് BJP-യുടെ സിറ്റിംഗ് സീറ്റാണ്. 1,71,000 വോട്ടുകൾക്കാണ് അവിടെ കഴിഞ്ഞ തവണ കേസരി ദേവി പട്ടേൽ ജയിച്ചത്. അത് കേശവ പ്രസാദ് മൗര്യയുടെ മണ്ഡലമാണ്. അദ്ദേഹം അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കണ്ടത് നമുക്ക് വേണമെങ്കിൽ മുംഗേരിയിൽ കണ്ടെന്ന് പറയാം. അതും ഈ പറഞ്ഞ പോലെ അലഹബാദ് മണ്ഡലമാണ്. മുരളി മനോഹർ ജോഷിയുടെ ഓർമ്മകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലം. റീത ബഹുഗുണ ജോഷി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയ മണ്ഡലം. അവിടെയൊക്കെ ഈ ആൾക്കൂട്ടം കണ്ട് അത് ഒരു വിജയമാകും എന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും സാധ്യത? അല്ല, അതിലൊരു വിയോജിപ്പുണ്ട്. ഈ ആൾക്കൂട്ടം സ്വാഭാവികമായിട്ട് വരുമ്പോഴാണല്ലോ എല്ലാ സമയത്തും ഈ ഞങ്ങളുടെ വിജയം ഈ ആൾക്കൂട്ടമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ള ഒരു പാർട്ടി. ഇന്ത്യ അവകാശപ്പെടുന്നത് എപ്പോഴും ആൾക്കൂട്ടത്തെ മുൻനിർത്തി തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു മറുപടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിശയപ്പെടാനില്ല. ഒരു കാര്യം കൂടെ ശ്രീ ജോർജ് കൊള്ളിവേൽ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. ഈ BJP-യുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം ഒരുപക്ഷെ നേട്ടം ഉണ്ടാക്കിയേക്കാം എന്ന് പറയുന്നിടത്ത് ഈ ജാതി വോട്ട് പാറ്റേണുകൾ അതിലൊരു പ്രകടമായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശ് മാത്രമല്ല, രാജസ്ഥാൻ അടക്കം, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഒക്കെ. അങ്ങനെ ഒരു പക്ഷേ BJP-ക്കൊപ്പം നിൽക്കേണ്ട ചില സമുദായങ്ങളടക്കം, ഈ ക്ഷത്രിയ സമുദായമൊക്കെ ഉത്തർപ്രദേശിൽ BJP വിരുദ്ധരായി മാറിയിട്ടുണ്ട് എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ജാതി പാറ്റേണിൽ ഒരു പ്രകടമായൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്? അപർണ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ജാതി തന്നെയാണ് ഇപ്പോഴും ഉത്തരേന്ത്യയിലും, പ്രത്യേകിച്ച് UP-യിലും ബീഹാറിലും ഇപ്പോഴും ഏറ്റവും പ്രധാന ഘടകം. ജാതി കഴിഞ്ഞിട്ടേ മറ്റെന്തെങ്കിലും ഘടകവും. കാരണം എത്രയെല്ലാം പറയുമ്പോൾ ഹിന്ദുത്വം കൊണ്ടുവരുമ്പോൾ പോലും ജാതി അവിടെ വളരെ പ്രധാനമാണ്. സവർണരും പട്ടികജാതി പട്ടികവർഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അതീവ പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു സമവാക്യങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ഇപ്പോഴും ജാതി തന്നെയാണ്. യാദവരും മുസ്ലിമുകളുമായിരുന്നു. നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക്. അത് ചോർത്തിയെടുക്കുന്നതിന് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോർത്തുന്നതിന് വേണ്ടി BJP-ക്ക് കഴിഞ്ഞു, മോഡിക്ക് കഴിഞ്ഞു. അവിടെയാണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്, ജനങ്ങളെ നമുക്കറിയാം ഈ റാലികളിലൊക്കെ പ്രവർത്തകരെ ഇറക്കുന്നതാണ്, അവര് ലോറികളിലൊക്കെ കൊണ്ടുവരുന്നതാണ്. അതേ BJP-യുടെ ആയാലും സമാജ്വാദി പാർട്ടിയുടെ ആയാലും വേറൊരു പാർട്ടിയുടെ. പക്ഷേ ഈ പ്രവർത്തകരുടെ ഒരു നിസ്സംഗതയും അല്ലെങ്കിൽ ആവേശവും, ഇതാണ് നമ്മളെപ്പോലുള്ള റിപ്പോർട്ടർമാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. സാധാരണ ഒരു റാലികളിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും, പക്ഷെ അവർ വളരെ ഇത്രയേറെ ആവേശത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ഗുജറാത്തിന്റെ അന്തർമേഖലകളിൽ, അതായത് പഴയ ഗോദ്ര മുതൽ ഗുജറാത്ത് വരെ പോയിരുന്നു, UP-യിലും പോയിരുന്നു, പല സംസ്ഥാനങ്ങളിലും നമുക്ക് പോകാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ഗ്രാമങ്ങളിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഞെട്ടലുണ്ടാക്കിയത് ഗുജറാത്തിലാണ്. ഞാനൊരു 500-ലേറെ കിലോമീറ്ററുകൾ ഗുജറാത്തിന്റെ ഗ്രാമീണ മേഖലയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞ 2 ആഴ്ച കിട്ടുമ്പോൾ. അവിടെ കണ്ടത് ഹിന്ദുക്കളായിട്ടുള്ള, BJP-യുടെ സപ്പോർട്ടർമാരായിട്ടുള്ള, BJP-യുടെ അനുകൂലികളായിട്ടുള്ള കർഷകര്, സാധാരണക്കാര്, പാവങ്ങൾ ഗ്രാമങ്ങളിൽ അവര്
മോദിക്കും BJPക്കും എതിരെ സംസാരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് ഇല്ല, മറ്റു പാർട്ടികളില്ല, അതുകൊണ്ട് BJP ജയിക്കും. ഒരു സംശയവും വേണ്ട. നോർത്തേൺ ഗുജറാത്തിലെ ഏതാനും ഒരു 10 സീറ്റിൽ ഒഴിച്ച് ഗുജറാത്തിൽ മത്സരം പോലും ഇല്ല. 28 സീറ്റില് ആ 10 സീറ്റിൽ ഒരു 4 സീറ്റിൽ മാത്രമേ എന്തെങ്കിലും കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ളൂ. അത് ഞാൻ ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞു പോയ ഒരു സംസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ നേരിട്ട് പോയത് കൊണ്ട് കണ്ട കാര്യം പറഞ്ഞു. അത് ഞാൻ ഇവിടെ ഗോദ്രയിലും പോയിരുന്നു 2002. അവിടെയൊക്കെ മുസ്ലിങ്ങള് ഭയചികിതരാണ്, അവര് മിണ്ടാൻ പോലും ഭയപ്പെടില്ല. അവിടെ അവര് പറഞ്ഞു BJP ഉറപ്പായിട്ടും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അത് UP-യിലും ഞാൻ കണ്ടു. UP-യിലെ സാധാരണ ഗ്രാമീണര് അത് പ്രത്യേകിച്ച് തീരെ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതൽ ബുന്ദേൽഖണ്ഡ് വരെയുള്ള മേഖലകളിൽ വളരെ കൃത്യമായി ഗ്രാമീണ മേഖലയിൽ ഈ കേന്ദ്രത്തിലെ 10 വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം സാധാരണക്കാരുടെ ഇടയിലുണ്ട്. അത് എത്രമാത്രം വോട്ടുകളായി മാറും എന്ന് പറയാനോ അല്ലെ എത്രമാത്രം സീറ്റുകളായി മാറുമെന്ന് പറയാനോ ഇപ്പൊ നമുക്ക് കഴിയില്ല. ഒരു തരംഗം ഉണ്ട് എന്ന് പോലും പറയാൻ കഴിയില്ല. എന്തായാലും ഇത്തവണ കഴിഞ്ഞ 2014-ലും 2019-ലും കണ്ട ഒരു മോദി തരംഗം ഇത്തവണ ഉത്തരേന്ത്യയിൽ കാണാനില്ല. ശ്രീ ജോർജ് കളമേല, ഞാൻ ഉത്തർപ്രദേശിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്, രാമക്ഷേത്രം ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഏകീകരണം, ഒരു വർഗീയീകരണം എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നിഷേധിക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ തരത്തിലുള്ള ഒരു ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിന് അടുത്ത് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ അത്രയും സമയത്തേക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? അപർണ, ഈ രാമക്ഷേത്രം ഒരു വലിയ വൈകാരിക വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാം രാമൻ അവിടുത്തെ ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ഈ രാമക്ഷേത്രത്തിന്റെ വൈകാരികത എവിടെയോ കുറഞ്ഞു പോയി. തീർച്ചയായിട്ടും വോട്ടർമാർക്കിടയിൽ, അത് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വളരെ വലിയ അതേക്കുറിച്ച് ചർച്ച പോലും ചെയ്യുന്നില്ല അവരാരും. അത് സ്വാഭാവികമായി കിട്ടേണ്ടത് കിട്ടി, അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കിട്ടി എന്നൊരു ചിന്തയും അവിടുത്തെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള ചില വിവാദങ്ങളും അടക്കം മോഡി ഉദ്ഘാടനം നിർവഹിച്ചതും പൂജാരിമാരെ ഒഴിവാക്കിയത് മോദി ചെയ്തതും ഒക്കെ തമ്മിൽ ചില അഭിപ്രായം. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക്, അവർക്ക് കർഷകർക്കും സാധാരണക്കാർക്കും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ആണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രകടമാണ്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം വോട്ടുകളായി മാറുമെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു മോദിക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരംഗം ഇത്ര ശക്തമാകുമെന്ന് ഒരുപക്ഷെ BJP-യുടെ നേതാക്കൾ പോലും നമ്മളോട് പറഞ്ഞിരുന്നില്ല. ഞാൻ BJP-യുടെ ഓഫീസുകളിൽ, അവിടുത്തെ UP-യിലെ ലക്നൌവിലെ ഓഫീസിൽ മിനിമം 6 തവണ പോയതാണ് കഴിഞ്ഞ 2019-ലെ തെരഞ്ഞെടുപ്പ്. അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും, അതായത് വലിയ നേതാക്കളടക്കം, ഒരു തവണ പോലും അവര് പ്രതീക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ അവർക്ക് കിട്ടി എന്ന് വേണം കരുതാൻ. അപ്പൊ ഈ ജനങ്ങളുടെ, ഇന്ത്യൻ ജനത നമുക്കറിയാം 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ കഴിഞ്ഞ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോ വാജ്പേയി ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് തിരിച്ചു വരുമെന്നായിരുന്നു ഇന്ത്യൻ സുപ്രീം കോടതി വാജ്പേയിയുടെ വിശ്വാസം, BJP-യുടെ വിശ്വാസം. പക്ഷെ നമുക്കറിയാവുന്ന പോലെ UPA ആണ്, 2009 UPA ആണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു ജനതയാണ് ഇന്ത്യൻ വോട്ടർമാര്. അത് നേരത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയോട് കാണിച്ചു. 400-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ശേഷം വന്ന് പിന്നീട് നമുക്കറിയാം, പിന്നീട് കോൺഗ്രസ് തകർന്നടിയുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരം വലിയ അത്ഭുതങ്ങൾ, അതായത് വലിയ തോതിൽ അത്ഭുതങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് ഉയരും. നമുക്കറിയാം നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുഖ്യമന്ത്രിയാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ആൾക്കാരാണ്. അതുപോലെ പക്ഷെ എപ്പോഴും സംഭവിച്ചിട്ടില്ല. അതാണ് പ്രധാനം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റവും വലിയ സൗന്ദര്യവും മനോഹാരിതയും അതാണ്. ഏതായാലും പ്രധാനമന്ത്രി ശ്രീ ജോർജ് കള്ളിവേലിൽ ഇന്ന് ആരോപിക്കുന്നത് ഈ ആൾക്കൂട്ടം സമാജ്വാദി പാർട്ടിയുടെ യോഗങ്ങളിൽ വരുന്നത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതാണ് എന്നതാണ്. ആളുകളെ പങ്കെടുക്കാൻ പണം കൊടുക്കുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കുന്നിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധേയമാകുന്ന അടുത്ത സംസ്ഥാനം പഞ്ചാബ് ആണ്. പഞ്ചാബിൽ ചതുർകോണ പോരാട്ടം നടക്കുന്നു. സംസ്ഥാനത്തെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ജൂൺ 1-ന് 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നടക്കും. 2019 ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിൽ 8 നേടി കോൺഗ്രസ്
ഒന്നാം സ്ഥാനത്ത് BJPയും SADയും ശിരോമണി അകാലിദളും 2 സീറ്റുകൾ വീതം നേടിയപ്പോൾ AAP നേടിയത് ഒറ്റ സീറ്റ് മാത്രമായാണ്. ഇത്തവണ പഞ്ചാബിൽ ആം ആദ്മിയുടെ പ്രകടനം ഏറെ നിർണായകമാകുകയും ചെയ്യുന്നു. പഞ്ചാബിൽ എന്ന് വന്ന രസകരമായ ഒരു സംഭവം, അവിടെ ബഹുശത കോടീശ്വരന്മാരുടെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ ഹർസിമ്രത് കൗർ ആണ് ഏറ്റവും വലിയ പണക്കാരി. 2 പണക്കാരും ആദ്യത്തെ 2 പണക്കാരും സ്ത്രീകളാണ്. അത് എല്ലാം 10 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഇവർക്ക് 198.51 കോടി ഉണ്ട്. സുഖ്ബീർ സിംഗ് ബാദലിന്റെ ഭാര്യയാണ്. സ്വാഭാവികമായും ഈ ഹർസിമ്രത് കൗർ ഒരു സമ്പന്നയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊന്ന് BJPയുടെ റിനീത് കൗറാണ് മറ്റൊരു വലിയ കോടീശ്വരിയായി ഇവിടെ വന്നത്. 55 കോടി രൂപയുടെ ആസ്തി അവർക്കുണ്ടെന്നാണ്. സ്വാഭാവികമായും അത് ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിൻ്റെ ഭാര്യയാണ് അവർ. ആ നിലയ്ക്ക് അവരും സമ്പന്നയാണ്. മാത്രമല്ല ഇവർ ഈ അടുത്താണ് ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നു. അങ്ങനെ കുറേ പേർ പഞ്ചാബിൽ ഒരു രസകരമായ ഒരു സംഭവം, നിരവധി പേർ ഈ പാർട്ടി മാറി വരികയും അവർ പലയിടങ്ങളിൽ മത്സരിക്കുകയും ചെയ്യുന്നു എന്നതും കൂടി ഒരു രസകരമായ ഒരു സംഭവമായി പഞ്ചാബിൽ നിന്ന് വരുന്നത്. നമ്മളിപ്പോൾ അവിടെ ഞാനതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വന്നിട്ടുണ്ട്. ഏതാണ്ട് 23% സ്ത്രീകൾ നൽകി BJP എന്നൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. സ്ത്രീകൾക്ക് മതിയായ ഒരു പ്രാതിനിധ്യം പ്രധാന പാർട്ടികളിൽ നിന്നുണ്ടായോ എന്ന ചോദ്യവും അവിടെയുണ്ട്. 328 സ്ഥാനാർത്ഥികൾ പഞ്ചാബിലാകെ മത്സരിക്കുമ്പോൾ അതിൽ 26 പേർ മാത്രമേ സ്ത്രീകളായുള്ളൂ. അതിൽ ഈ ആം ആദ്മി പാർട്ടിയും BSPയും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് 2 പേര്. ശിരോമണി അകാലിദൾ നിർത്തിയിട്ടുണ്ട്. BJP 3 വനിതാ സ്ഥാനാർത്ഥികളെ അവരും മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട്. അതേസമയം ഈ മാറിയ ആളുകൾ, പാർട്ടി വിട്ട് മാറിയ ആളുകൾ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണീത് കൗർ പട്യാലയിൽ നിന്നാണ് അവർ മത്സരിക്കുന്നത്. രവനീത് സിംഗ് ബിട്ടു ലൂധിയാനയിൽ നിന്ന് മത്സരിക്കുന്നു. ഇവരെല്ലാം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ഈ അടുത്ത് വന്നവരാണ്. സുശീൽ കുമാർ റിങ്കു ജലന്ധറിൽ നിന്ന് മത്സരിക്കുന്നു. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. അതുപോലെ റാണ ഗുർമീത് സിംഗ് സോദി അദ്ദേഹവും എല്ലാം കോൺഗ്രസ്സിൽ നിന്ന് വിട്ടാണ് വന്നിട്ടുള്ളത്. അതേസമയം ഈ സോദി ഈ 2022 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJPയിലെത്തിയത്. അമരീന്ദർ സിംഗിൻ്റെ ക്യാബിനറ്റിൽ അംഗവും ഒക്കെ ആയിരുന്നു. അതേസമയം ഈ മഞ്ജീത് സിംഗ് മാൻ അദ്ദേഹം 2002 ജനുവരിയിൽ BJPയിൽ എത്തിയ ആളാണ്. SAD മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ നിരവധി പേർ ഈ ചാടി അങ്ങോട്ടെത്തുന്ന ഈ റിങ്കു പിന്നെ കൂടുതൽ തവണ ചാടിയ ആളാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും കോൺഗ്രസിൽ നിന്ന് ആപ്പിലേക്കും തിരിച്ചുമൊക്കെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി ഒടുവിൽ BJPയിൽ എത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ഗജറാം വാൽമീകി BJPയിൽ 2002 അദ്ദേഹം അവിടെ ചേർന്നതാണ്. അദ്ദേഹത്തിന് പത്തർഗ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് സീറ്റ് നൽകിയിരിക്കുന്നു. അരവിന്ദ് ഖന്ന മറ്റൊരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹവും BJPയിലേക്ക് ചാടി. അപ്പം നിരവധി ആളുകൾ അവിടെ BJPയിലേക്ക് ചാടിയിരിക്കുന്നു. BJPക്ക് എന്താണ് ഇത്ര ആകർഷണീയത എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വാഭാവികമായി അവിടെ ഒരു വലിയ 4 പാർട്ടികളും ശക്തമായി രംഗത്തുണ്ട്. വലിയൊരു അലയൻസ് എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ആപ്പും അതുപോലെ കോൺഗ്രസിനും എത്താൻ കഴിഞ്ഞില്ല എന്നതും BJPക്കും ശിരോമണി അകാലിദളിനും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് 4 പേരും മത്സരരംഗത്ത് ശക്തരാകുന്നു. BJP കഴിഞ്ഞ തവണ വ്യത്യസ്തമായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി. അപ്പോൾ ശ്രീ ജോർജ് കൽവയിൽ, പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ആ ഒരു പൾസിലേക്ക് തന്നെ മാറിയ ഒരു സാഹചര്യം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു NDA അല്ലെങ്കിൽ BJPയും ആയിട്ടുള്ള ആ ഒരു അലയൻസ് തന്നെ SADക്ക് പോയ ഒരു സാഹചര്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർഷക സമരം ഈ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് ബാധിക്കുക? ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത് എന്താണ്? പഞ്ചാബ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തപ്പെടുക? എല്ലാ ദേശീയ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കാർഷിക പ്രതിസന്ധിയും കാർഷിക സമരവും ഖാലിസ്ഥാൻ ഭീകരവാദവും തന്നെയാണ്, അല്ല ഖാലിസ്ഥാൻ പ്രശ്നവും തന്നെയാണ് ഇത്തവണ പഞ്ചാബിൽ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. അത് നമുക്കറിയാം. പ്രധാന മത്സരം നടക്കുന്നത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലും അകാലിദളും തമ്മിലാണ്.
BJPക്ക് ഏതാനും സീറ്റുകളിൽ ഒരു കൃത്യമായ സ്വാധീനമുണ്ട്. പക്ഷെ പൊതുവെ BJP ദുർബലമാണ് പഞ്ചാബിൽ. പക്ഷെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ അവരുടെ നിലനിൽക്ക് വേണ്ടി കേരളത്തിൽ 2 ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കുന്ന പോലെ തന്നെ ഈ ഡൽഹിയിൽ ഒന്നിച്ച് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ അവർ ഒന്നിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒന്നിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. 2 പാർട്ടികൾക്കും ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം കർഷക പ്രശ്നം തന്നെയാണ്. ആ കർഷക സമരത്തില് അവര് BJPയുടെ അത് BJPക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരം കൂടിയുണ്ട് അവിടെ. അതുകൊണ്ടാണ്. പക്ഷേ ശ്രീ ജോർജ് കല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ BJP ഒരു വലിയ ശക്തിയല്ല. ആകെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുർദാസ്പൂരിൽ നിന്ന് സണ്ണി ഡിയോൾ ജയിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോഷിയാർപൂരിൽ നിന്നൊരു സോം പ്രകാശ്, അതൊരു SC മണ്ഡലം കൂടിയാണ്, അവിടെ നിന്ന് 2 BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും വലിയ പോര് നടക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം, പ്രത്യേകിച്ച് ഈ കർഷക വിഷയം എന്നത് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു വഴിവെക്കുക അല്ലേ ചെയ്യുക ആദ്യത്തെ ഒരു നോട്ടത്തിൽ? അങ്ങനെയല്ലേ നോക്കേണ്ടത്? മാത്രമല്ല, അവിടെ പഞ്ചാബിൽ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ മോദി ഫാക്ടർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് തിരുത്താം. പക്ഷേ അവിടെ സ്വാഭാവികമായി ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് അവിടെ ഒരു മോദി ഫാക്ടർ ഇല്ല. മോദി അവിടെ അത്ര വലിയ മറ്റുള്ളിടത്ത് പോലെയുള്ള ഒരു താരപ്രചാരകനല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയാണ്. എന്നാൽ BJPയോട് ഐത്തമില്ലാത്തൊരു സാഹചര്യമാണ്. നില മെച്ചപ്പെടുത്താൻ എന്നതാണ് BJP അവിടെ കാണുന്ന ഒരു നീക്കം. ആ നില മെച്ചപ്പെടുത്തൽ ഉണ്ടാകുമോ? അത് ഏതെങ്കിലും തരത്തിൽ ഈ 2 പേർ ഭിന്നിച്ചു നിൽക്കുന്നു എന്നത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണം ഉണ്ടാക്കുമോ? BJPക്ക് വലിയ പ്രതീക്ഷകൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അകാലിദള് പ്രത്യേകം മത്സരിക്കുകയാണ്. BJPയുമായി കൂട്ടുകൂടുന്നത് പോലും കർഷക വോട്ടുകളെ അല്ല BJPയിലെ അവിടുത്തെ വോട്ടുകൾ നഷ്ടപ്പെടുത്തും എന്നതുകൊണ്ട് മാത്രമാണ് അകാലിദള്, ശിരോമണി അകാലിദൾ അവിടെ പഞ്ചാബില് BJPയുമായി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ BJP ചേർന്നിട്ടുണ്ട്. അവരൊക്കെ BJPയിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സഖ്യം കോൺഗ്രസിൽ നിന്ന് വന്നവരും അകാലിദളുമായിട്ടും കൂടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ BJPക്ക് അവിടെ തീർച്ചയായിട്ടും വലിയ വിജയം നേടാൻ കഴിഞ്ഞാൽ മിനിമം 2 എന്നുള്ളത് 3 സീറ്റിലെങ്കിലും അകാലിദളിന് അവിടെ ഇപ്പൊ ഒരു ശക്തി കുറഞ്ഞു വരുന്നു എന്നൊരു ഒരു നിരീക്ഷണം കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വെക്കുന്നുണ്ട്. പഴയ ഒരു കരുത്ത് അവർക്കില്ല. ഒരു എത്നോ റിലീജിയസ് പാർട്ടി എന്ന നിലയിൽ ഉണ്ടായിരുന്ന ആ കരുത്ത് നഷ്ടമാകുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എനിക്കത് അങ്ങൊരു പക്ഷേ അവിടെ ഒരു സംശയവും വേണ്ട. അകാലിദൾ അവിടെ ശക്തി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് മത്സരം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പ്രധാന മത്സരം നടക്കുന്നത്. അവിടെയാണ്. അതുകൊണ്ട് അകാലിദളിന് ഒരു സീറ്റ് കിട്ടാതെ പോകില്ല. BJPക്ക് ഇത്തവണ പഞ്ചാബിൽ നിന്ന് സീറ്റ് കിട്ടാൻ എളുപ്പമല്ല. താങ്കൾ പറഞ്ഞതുപോലെ മോഡി ഫാക്ടറോ ഏതാണ്ട് ഒട്ടുമില്ലാത്ത അല്ലെ ഏറ്റവും ദുർബലമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ കാർഷിക മേഖലയിലെ കർഷക സമരം തന്നെയാണ് പ്രധാന വിഷയം. പിന്നെ സിഖ് പ്രശ്നങ്ങളും നമുക്കറിയാം. അല്ല, പക്ഷേ ഈ ഇത്രയും ആളുകൾ ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം എന്താണ്? ഒരുപക്ഷെ ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായില്ല. ചില ആളുകൾ അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നുണ്ട്. അത് അമരീന്ദർ സിംഗിന്റെ ഭാര്യ ആണ് പ്രണീത് കൗർ. അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു അവിടെ BJPയിലേക്ക് പോകാൻ. BJPയിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യങ്ങള് ഒന്ന് അവിടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് EDയുടെ അല്ലെങ്കിൽ CBIയുടെ അല്ല ആദായ നികുതി വകുപ്പിന്റെ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കാരണം നമ്മളെ ഇവിടുത്തെ പോലെ അല്ല. കേരളം പോലെയോ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾ വ്യത്യാസമായി വലിയ പണക്കാർ, താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ പണക്കാരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ അവിടെയുണ്ട്. അവരെല്ലാം കോടീശ്വരന്മാരുടെ ഒരു വലിയ ഘടകം അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഹർസിമ്രത് ബാദലും പ്രണീത് കൗറും സുഖ്പാൽ ഖൈറയും അത് കോൺഗ്രസിന്റെ, തരൺജിത് സന്ധു BJPയുടെ, ശിരോമണി അകാലിദളിന്റെ NK ശർമ്മ, അല്ലെങ്കിൽ കുഷൻ പാൽ സിംഗ് മാൻ ശിരോമണി അകാലിദളിന്റെ, ഇവരെല്ലാം കോടീശ്വരന്മാരാണ്. 50 കോടിക്കോ 150 കോടിക്കൊക്കെ അടുത്ത് സ്വാധീനമുള്ള, 30 കോടിക്ക് മുകളിൽ അവരുടെ പ്രഖ്യാപിത ഉള്ള, അപ്പൊ വലിയ സമ്പന്നരുള്ള ഒരു സമ്പന്ന കർഷകരുടെ നാട് പ്രധാനമായിട്ടും. അവിടെ പാവങ്ങളുമുണ്ട്. പക്ഷേ ഈ പാവങ്ങളാണ് വോട്ടുകളെ കൂടുതലും നിയന്ത്രിക്കാൻ പോകുന്നത്. അവരുടെ വോട്ടുകളാകും നിർണായകമാക്കുക. അവരെ സംബന്ധിച്ചോളം സിഖ് വികാരം വളരെയേറെ ഉള്ള അവിടെ ഹിന്ദുക്കളുമുണ്ട്,
പക്ഷേ സിഖ് ആരാണ് നിർണായകമാകുക. ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് പഞ്ചാബിൽ ഞാൻ വളരെയേറെ തവണ പോയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 തവണ പഞ്ചാബിന്റെ ഉൾത്തടങ്ങളിലൂടെ പോയിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചാബില് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതിനകത്തേക്കാണ് ഈ കോൺഗ്രസിന്റെയും അകാലിദളിന്റെയും പോരായ്മകളും വീഴ്ചകളും മുതലെടുത്തിട്ടാണ് ആം ആദ്മി പാർട്ടി കയറി പറ്റിയത്. പ്രധാനമായിട്ടും സിഖ് വികാരം ആളിക്കത്തിച്ച് തന്നെ ഖാലിസ്ഥാൻ വാദത്തിന് പരോക്ഷമായെങ്കിലും ആം ആദ്മി പാർട്ടി പിന്തുണ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവര് ആം ആദ്മി പാർട്ടിയെ കൈ നീട്ടി സ്വീകരിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയാം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ മുതല് കോൺഗ്രസ് അവിടെ കോൺഗ്രസ് അവിടെ ഈ ചരൺജിത് സിംഗ് ചന്നിയുടെ നേതൃത്വത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള ഒരു പ്രചരണം വന്നു. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. അവിടെയും കോൺഗ്രസിന്റെ ഒരു പരാജയം മണക്കുകയാണ് സ്വാഭാവികമായും. ഇത്തവണ അത് എന്തെങ്കിലും ഒരു കരുത്ത് ഉണ്ടാകുമോ? കാരണം സ്വാഭാവികമായും ഒരു ദളിത് മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെയുള്ള പ്രതീതി നൽകി, പക്ഷേ ഒന്നും കണ്ടില്ല. കൂടുതൽ ആളുകൾ ഇപ്പോൾ BJP യുടെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോൾ 15 പേർ, BJP യുടെ അല്ല മൊത്തത്തിൽ 15 പേർ മറുകണ്ഠം ചാടി വന്നവരാണ്. അതിൽ BJPക്ക് 7 സ്ഥാനാർത്ഥികളെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മറുകണ്ഠം ചാടി വന്നവർ. കോൺഗ്രസിനും ആപ്പിനും 3 വീതം കിട്ടിയിട്ടുണ്ട്. ശിരോമണി അകാലിദളിന് ഒരാളെയും കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക. അപ്പോൾ സ്വാഭാവികമായും ഈ ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ച് കോൺഗ്രസ് പഞ്ചാബിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇനി അവർക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ BJP. അതിൽ ആം ആദ്മി പാർട്ടിക്ക് അത്രമാത്രം പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? താങ്കൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്കറിയാം ചരൺജിത് സിംഗ് തന്നെ അമരീന്ദർ സിംഗിനെ പോലെ വളരെ ടോൾ ആയിട്ടുള്ള ഒരു ലീഡറെ നമ്മുടെ കേരളത്തിൽ കരുണാകരനെയോ ആന്റണിയോ പോലുള്ള അത്രയ്ക്ക് വലിയ നേതാവിനെ മാറ്റിയിട്ട് അത്രയ്ക്കും ഒരു നിസ്സാരനായിരുന്ന അല്ല ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ അത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു ഏസ് മൂളുന്ന ഒരാളെന്നുള്ളതിനപ്പുറത്തെ എടുത്ത് അദ്ദേഹത്തെ ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാർഡ് അവിടെ വിജയിച്ചില്ല. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റമ്പതിന് പ്രധാന കാരണമാണ് നേതൃത്വ മാറ്റമായത്. പക്ഷെ ഇപ്പോഴുള്ള സ്ഥിതി അതല്ല. ഇപ്പൊ കോൺഗ്രസ് അവിടെ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. BJPയേക്കാൾ വളരെയേറെ ശക്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പഞ്ചാബിൽ. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തന്നെയാണ് മുഖ്യ മത്സരം നടക്കുന്നത്. അവിടെ BJPക്ക് കൃത്യമായൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പല പാർട്ടികളിൽ നിന്നും അവരാളുകളെ വന്നിട്ടുണ്ട്. അവർക്ക് അകാലിദളിന്റെ ഒരു ക്ഷീണവും അവർ മുതലെടുക്കുന്നുണ്ട് കൃത്യമായി. അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരു ആരുടെ വിജയം തീരുമാനിക്കുന്നതിൽ പോലും BJPക്ക് ഒരു സ്വാധീനമാണ് തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്രധാന മത്സരം നടക്കുന്നത് പ്രധാനമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. അകാലിദളാണ് 3ാം സ്ഥാനത്തേക്ക്, BJP ഒരു പക്ഷേ 4ാം. തീർച്ചയായും ശ്രീ ജോർജ് കള്ളിവേലിന്റെ വിശകലനം കൂടിയാണ് കേട്ടത്. നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് പഞ്ചാബിലേക്ക് വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഏതായാലും 6ാം ഘട്ടത്തിലുള്ള 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അത് ഉത്തർപ്രദേശ് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഏത് തരത്തിലാണ് മെയ് 25 എന്ന് പറയുമ്പോൾ 3 ദിവസം കൊണ്ട് ബാക്കിയുള്ളൂ, ഏത് തരത്തിലാണ് പ്രചാരണത്തിന് അവസാന ഘട്ടം എന്നുള്ളതെല്ലാം ചിന്തിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീയും പുകയും മാത്രം ബാക്കി നിൽക്കുന്ന ഡൽഹിയാണ്. ആം ആദ്മി പാർട്ടി ആപ്പിലാകുന്ന അവസ്ഥയിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സ്വാതി മാലിവാൾ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അവസാനമുണ്ടാകുന്നില്ല. ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിട്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിയിൽ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളൊരു ആരോപണം സ്വാതി മാലിവാൾ ഉന്നയിച്ചിരിക്കുന്നു. മോശം പ്രചാരണം നടത്താൻ പല നേതാക്കന്മാർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടെന്നൊക്കെയാണ് അവർ എക്സിൽ ആരോപിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു നേതാവ് അവരെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞു. സ്വാതിക്കെതിരെ മോശം കാര്യം പറയാൻ സമ്മർദ്ദം. ഇന്ന് പക്ഷേ കെജ്രിവാളിന്റെ നിലപാട് എനിക്ക് തോന്നുന്നു ഒരു അല്പം മയപ്പെട്ടിട്ടുണ്ടെന്നു. അദ്ദേഹം പറയുന്നത് അതിൽ ഒരു അന്വേഷണം നടക്കട്ടെ, നേരത്തെ തന്റെ സെക്രട്ടറി അകത്തിടുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അദ്ദേഹത്തിന് മുകളിൽ ഒരു സമ്മർദ്ദം വന്നിരിക്കുന്നു. ഇന്ന് അതിലൊരു അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം. ഡൽഹി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ആം ആദ്മിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ അതിപ്പോ അവര് ഇപ്പൊ സ്വാതി മാലിവാൾ ഈ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് എനിക്കെതിരെ മുഴുവൻ ആളുകളെയും ആഫ്റ്റർ അൺലീഷിംഗ് ദി എൻ്റയർ ആർമി ഓഫ് ലീഡേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ് അറ്റ് മീ, calling me a BJP agent, assassinating my character, leaking my videos, shaming me, roaming around with the accused, letting him enter the crime scene.
ഇപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ മാറ്റി പറയുന്നത് എന്തുകൊണ്ട് എന്ന ഒരു അതെ, ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കോൺഗ്രസ് എടുത്തു പോകുന്ന ഒരു നിലപാടുകൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇന്ന് കോൺഗ്രസിന്റെ ദില്ലിയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശശി തരൂർ കൂടി വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് വളരെ സേഫായിട്ട് നിന്ന് മാത്രം പ്രതികരിക്കുന്നതിനൊപ്പം തന്നെ ശശി തരൂരും പറഞ്ഞിരിക്കുന്നു ഈ വിഷയം അംഗീകരിക്കുന്നു. അതിൽ പറയുന്നത് ഈ ഒരു വിഷയം തെറ്റായിട്ട് കണക്കാക്കുന്നില്ല, ഇത് സംഭവിച്ച കാര്യം തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ. പക്ഷേ അപ്പോഴും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ, ഡൽഹിയിലെ പ്രചാരണത്തിൽ വിഷയം മാറിപ്പോവുകയാണ് എന്നൊരു അഭിപ്രായം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പൊതുവെ ഈ വിഷയത്തിനടുത്ത് എടുത്തു വരുന്ന ഒരു നിലപാട് തന്നെ ഏകദേശം അതല്ല. കോൺഗ്രസ് പക്ഷേ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി സ്ത്രീകൾക്കൊപ്പമാണ് എന്ന നിലപാടാണ്. റൈറ്റ്. ഏതായാലും ശശി തരൂരിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ഒന്ന് കടന്ന ശേഷം. I have absolutely no reason to comment on that lady's speech. She knows presumably what she's talking about. And in any case, the Aam Aadmi Party has issued a statement on the matter, which I believe cannot be improved and does not need to be added to. I honestly feel that this is a serious attempt to distract from the real issues facing the nation, which are unemployment at record levels, particularly youth unemployment for those ശശി തരൂരിന്റെ starting work. പ്രതികരണമാണ് ഈ വിഷയത്തിനകത്ത് കണ്ടത്. ദില്ലിയിലെ വിഷയങ്ങൾ മാറുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. ഏതായാലും 25-ാം തീയതി 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.